ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. യുപിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതി രാഷ്ട്രീയമാണ്. ജാതി അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും വോട്ട് തേടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നത്. ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് പോലും ജാതി അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അങ്ങനെ ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അവർ പരാജയപ്പെടാറുമില്ല. ചില സാഹചര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ജാതി അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ വലിയ വിജയവും അവരിലേക്ക് എത്താറുണ്ട്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി രാഷ്ട്രീയം തന്നെയാണ് യുപിയിൽ നിർണായകം, അതായത് വോട്ട് ബാങ്കിന്റെ നിർണായക ഘടകം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്തു നോക്കിയാൽ BSP എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കും, ജാദവരുടെ വോട്ടുകളാണ് BSPയുടെ വോട്ട് ബാങ്കിനെ നിർണ്ണയിക്കുന്നുള്ളത്. ഈ ജാദവരുടെ വോട്ട് ബാങ്കുകളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് BSPക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കും. മറ്റൊന്ന്, അഖിലേഷ് യാദവിന്റെ സമാജ്വാദ് പാർട്ടി SP-യുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യാദവരുടെ വോട്ടുകൾ അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ വോട്ടുകളാണ് SP-യുടെ വോട്ട് ബാങ്ക്. എന്നാൽ BJPയുടെ വോട്ട് ബാങ്ക് ആവട്ടെ ഉന്നത ജാതിക്കാരുടെ, ബ്രാഹ്മണ വിഭാഗക്കാരുടെ വോട്ടുകൾ, അതുപോലെ തന്നെ ഉന്നത ജാതിക്കാരുടെ വോട്ട് ബാങ്കുകളാണ് BJPയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ജാദവരല്ലാത്ത ദളിതരുടെ വോട്ടുകൾ, യാദവരല്ലാത്ത OBC-കാരുടെ വോട്ടുകളാണ് BJPയിലേക്ക് എത്തുന്നത്. എന്നാൽ കോൺഗ്രസിന് എന്ത് വോട്ട് ബാങ്കാണ് അവിടെയുള്ളത്? നേരത്തെ കോൺഗ്രസ് തരംഗം സൃഷ്ടിച്ചിരുന്ന സമയത്ത്, അതായത് പഴയ കാലങ്ങളിലൊക്കെ ഈ വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് വരുമായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു വോട്ട് ബാങ്കിന്റെ കടന്നുവരവ് കോൺഗ്രസിന് എങ്ങനെയാണ് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുക? അതായത് ഇങ്ങനെ വോട്ടുകളൊക്കെ തരംതിരിച്ച് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്താണ്? കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമായ ഒരു ചർച്ച തിരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം മത പണ്ഡിതന്മാരുമായി യുപിയിൽ നടത്തിയത്. ആ ചർച്ച എടുത്തു പറയേണ്ട ചർച്ചയാണ്. അതായത് പല മണ്ഡലങ്ങളിലെയും മുസ്ലിം മത പണ്ഡിതന്മാരെ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി പോയി കാണുകയും അവരോട് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഈ കാര്യങ്ങളിലൂടെ വോട്ടുകൾ നേടാനുള്ള ഒരു തന്ത്രം രാഹുൽ ഗാന്ധി യുപിയിൽ മുന്നോട്ട് വെച്ചു. അത് മുസ്ലിം വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഈ വിഷയം പബ്ലിക് കേരള നേരത്തെ തന്നെ വാർത്ത നൽകിയതാണ്, റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു നീക്കം എന്ന് പറയുന്നത് BJPയുടെ വോട്ടുകൾ രണ്ടായി വിഭജിക്കുക. ഈ BJPയുടെ വോട്ടുകൾ രണ്ടായി വിഭജിക്കുമ്പോൾ മഹാസഖ്യത്തിന് സ്വാഭാവികമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകും. അത് മഹാസഖ്യത്തിന് വിജയ സാധ്യതകളുള്ള മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസ് ഈ നീക്കം നടത്തി മുന്നോട്ട് പോവുകയും മഹാസഖ്യത്തിന് വിജയ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസും മഹാസഖ്യവും പോരാട്ടം നടത്തുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് നിർണ്ണയിക്കുന്നത് ഉന്നത ജാതിക്കാരുടെ വോട്ടുകൾക്കൊപ്പം മുസ്ലിങ്ങളുടെ വോട്ടുകളാണ്. അതായത് SP-യിലേക്ക് കടന്നു പോകുന്ന മുസ്ലിം വോട്ടുകളൊക്കെ നിർണായക മത്സരം BSPയും അതുപോലെ തന്നെ മഹാസഖ്യവും കോൺഗ്രസും നടത്തുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ തന്ത്രം 5ാം ഘട്ട തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം പണ്ഡിതന്മാരുമായി കോൺഗ്രസിന്റെ നേതാക്കളും രാഹുൽ ഗാന്ധിയും നടത്തിയ ചർച്ച പരിപൂർണമായും 5ാം ഘട്ട തിരഞ്ഞെടുപ്പിൽ വിജയം കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുസ്ലിം വോട്ടുകളിൽ ഒരു 70% കോൺഗ്രസിലേക്ക് കടന്നു പോകുമ്പോൾ ഉന്നത ജാതിക്കാരുടെ വോട്ടുകൾ, അതായത് BJPയിലേക്ക് എത്തേണ്ട ഉന്നത ജാതിക്കാരുടെ വോട്ടുകളൊക്കെ, ബ്രാഹ്മണ വിഭാഗക്കാരുടെ വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു അട്ടിമറി 5ാം ഘട്ട തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. ഈ വാദത്തെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. അതാണ് പറഞ്ഞത്, തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധിയുടെ തന്ത്രം മുന്നോട്ട് വെക്കുകയും മുസ്ലിം വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി രാഹുൽ ഗാന്ധി ഒരുക്കുകയും ചെയ്തു. ഇത് കോൺഗ്രസിന് നേട്ടമുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു വഴിയായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.